അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അനിൽ മേനോൻ യാത്ര തിരിക്കുമ്പോൾ അത് ലോകത്തിനാകമാനം പ്രത്യേകിച്ചും മലയാളികൾക്ക് വലിയ അഭിമാനമാണ്. മാത്രമല്ല, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ല് കൂടിയാവും 8 മാസം നീളുന്ന ഈ ചരിത്രയാത്ര. ഇന്ത്യൻ വംശജനായ, കേരളത്തിൽ ഒറ്റപ്പാലത്ത് വേരുകളുള്ള നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ ഇന്ന് രാത്രി അന്താരാഷ്ട്ര നിലയത്തിലേക്ക് തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകം കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഇന്ന് രാത്രി 8:17 പേടകം കുതിച്ചുയരുക. രാത്രി 11:56 ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. ബുധനാഴ്ച പുലർച്ചെ 1:25 നിലയത്തിനുള്ളിൽ പ്രവേശിക്കും. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിക്കിന എന്നിവരാണ് സഹയാത്രികർ. ബഹിരാകാശ നിലയത്തിലെ എക്സ്പെഡിഷൻ 74/75 ക്രൂ അംഗങ്ങളായി ഏകദേശം 8 മാസക്കാലം ഇവർ അവിടെ ചിലവഴിക്കും. 2027 ഏപ്രിലായിരിക്കും ഇവരുടെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര. അനിൽ മേനോന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ഈ 8 മാസത്തിനിടയിൽ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് കരുത്തേകുന്ന ഒട്ടനവധി നിർണായക ഗവേഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. നാസയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ എന്നിവയിലൂടെയും നാസയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ നാസ പ്ലസിലൂടെയും വിക്ഷേപണത്തിന്റെയും സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്നതിന്റെയും തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കും. കൂടാതെ space.com വഴിയും ഈ ദൃശ്യങ്ങൾ തത്സമയം കാണാം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.